ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ നമുക്ക് വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സൈനിക നേതൃത്വത്തിൻ്റെ ഒക്കെ മരണത്തെക്കുറിച്ച് അവർ തന്നെ സ്ഥിരീകരണം നൽകിക്കൊണ്ടും ഇരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാകണം കടലിടുക്ക്, ഹോർമുസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്യും എന്നുള്ള ഒരു ഭീഷണി അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ മുന്നിലേക്ക് വയ്ക്കുന്നു. ഏത് തരത്തിലുള്ള ഇടപെടലായിരിക്കും ഇപ്പോൾ ഇറാൻ പ്രതീക്ഷിക്കുന്നത്? ജിയോ സ്ട്രാറ്റജിക്കലി ഇസ്രയേലിനേക്കാൾ അനുകൂലമായ ഒരു ഭൗമ സാഹചര്യത്തിലാണ് ഇറാൻ. കാരണം ഇറാന് വടക്ക് കടലുണ്ട്, തെക്ക് പേർഷ്യൻ ഗൾഫുണ്ട്, ഇന്ത്യൻ ഓഷ്യനിലേക്ക് അറബിക്കടൽ വഴി ഇറങ്ങുകയും ചെയ്യാം. അതേപോലെ തന്നെ ഈ ചെങ്കടൽ, റെഡ് സീ മേഖല ഇപ്പോൾ ഭാഗികമായെങ്കിലും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ പ്രോക്സിയായ ഹൂതികളാണ്. അവർ ദുർബലമായി കഴിഞ്ഞു. കാരണം ഇസ്രായേലിൻ്റെ അറ്റാക്കുണ്ട്, അമേരിക്കയുടെ ആക്രമണമുണ്ട്. പക്ഷേ ബാബ് എൽ മന്ദേബ് എന്ന് പറയുന്ന ചെങ്കടലിലേക്ക് കടക്കുന്ന കവാടം, അവിടെയൊക്കെ തന്നെ ഹൂതികളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. ഇറാനുമായി വളരെ ചേർന്ന് പ്രവർത്തിക്കുന്ന അപ്പോൾ രണ്ട് തലങ്ങളിലാണ്. സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറും കിഴക്കും അല്ലെങ്കിൽ വടക്ക് കിഴക്കും ആയ പ്രദേശങ്ങൾ, ഒന്ന് പേർഷ്യൻ ഗൾഫ്, വടക്ക് തെക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ചെങ്കടൽ, രണ്ട് സൗദി അറേബ്യയെ വലിച്ചു മുറുക്കാൻ തക്ക രീതിയിൽ കടലുകൾ ഇറാന് സ്വാധീനമുണ്ട്. നേവി ഈസ് വെരി സ്ട്രോങ്. ഇറാനിയൻ നേവി ഫ്രിജറ്റ്സിൻ്റെ കാര്യത്തിലും കപ്പലുകളുടെ കാര്യത്തിലും ഡിസ്ട്രോയേഴ്സിൻ്റെ കാര്യത്തിലും വിമാനവാഹിനി കപ്പലുകളില്ല എന്നത് ഒഴിച്ചാൽ മറ്റ് അന്തർവാഹിനികളുടെ എണ്ണത്തിൽ ഉൾപ്പെടെ ഇസ്രായേലിനേക്കാൾ മേൽക്കൈ ഇറാനിയൻ നാവികസേനയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അവരതൊക്കെ ഉപയോഗിച്ചാണ് പറയുന്നത് ലോക വ്യാപാരത്തിൻ്റെ, എണ്ണ വ്യാപാരത്തിൻ്റെ 20% കടന്നു പോകുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അതായത് ഒമാൻ ഉൾക്കടൽ അത് വഴിയാണ്. അവിടെ ഇറാനിയൻ നാവിക സാന്നിധ്യം ഗംഭീരമാണ്. അതുപയോഗിച്ചുകൊണ്ട് ഓയിലിൻ്റെ സുഗമമായ പാത ബ്ലോക്ക് ചെയ്താൽ ലോക വിപണി ചൂടുപിടിക്കും, എണ്ണ വിപണി ചൂടുപിടിക്കും. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കൈ പൊള്ളും, സമ്പദ് വ്യവസ്ഥ പൊള്ളും, വിലക്കയറ്റം, നാണ്യപ്പെരുപ്പൊക്കെ ഉണ്ടാവും. ഇത് ഒരു വലിയ ഭീഷണിയാണ്. അതോടൊപ്പം തന്നെ ഹൂതികളുടെ സഹായത്തോടു കൂടി ചെങ്കടൽ മേഖല കൂടി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക വ്യാപാരത്തിൻ്റെ ഏതാണ്ട് ഈ 40% നേരിട്ടും അല്ലാതെയും കടന്നു പോകുന്ന സൂയസ് പാത കൂടി ചേർത്തുകൊണ്ടാണ്. എണ്ണ വ്യാപാരത്തിൻ്റെ മാത്രമല്ല, മറ്റ് വ്യാപാരങ്ങളുടെ ഉൾപ്പെടെ 20% ആ മേഖലയാണ്. അപ്പം ആഫ്രിക്ക മുഴുവൻ ചുറ്റി ചരക്കുകൾ പോകേണ്ട അന്തരീക്ഷം വന്നാൽ ലോകം പനി പിടിച്ച് കിടന്നു പോകും.